കൊടുങ്ങല്ലൂരിൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി പ്രതിനിധികൾ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ മണലെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനമായി. ദേശീയപാത നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്നും വൻതോതിൽ മണലെടുക്കുന്നത് ഉൾനാടൻ മത്സ്യബന്ധനത്തെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയത്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപ്പറമ്പ്, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മഞ്ഞനപ്പള്ളി, പുല്ലൂറ്റുപാലം എന്നിവിടങ്ങളിലാണ് കനോലി കനാലിൽ വ്യാപകമായി മണൽ ഖനനം നടക്കുന്നത്. കോടതിയുടെ അനുമതിയോടെ ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് മണലെടുക്കുന്നത്. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അശാസ്ത്രീയമായാണ് മണൽ വരുന്നതെന്നും തുടർച്ചയായുള്ള മണലെടുപ്പ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ കക്കവാര തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അവർ ഉപജീവനം നടത്തിപ്പോരുന്ന ഒരു കനോലി കനാൽ കൂടിയാണ്. നിലവിൽ ഇവിടെ മാസങ്ങളായിട്ട് 3 ഡ്രഡ്ജിങ് മെഷീനിൽ 3 സെന്ററുകൾ കേന്ദ്രീകരിച്ചിട്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ആഴമില്ലാത്ത കനോലി കനാലുമായി ബന്ധപ്പെട്ട് ആഴമില്ലാത്ത ഭാഗങ്ങളിൽ 5 മീറ്റർ മാത്രമേ ഡ്രഡ്ജിങ് നടത്താൻ അനുമതിയുള്ളൂ. പക്ഷേ നിലവിൽ ഇവിടെ 10-15 മീറ്റർ താഴ്ത്തിക്കൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള മണൽക്കൊള്ളയാണ് ഇവിടെ നടന്നത്. ഞങ്ങൾക്ക് മണൽക്കൊള്ള അല്ലെങ്കിൽ വികസനത്തിന് ഞങ്ങൾ ഒരിക്കലും എത്തില്ല. പക്ഷേ ഇതുപോലത്തെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ ഉപജീവനമാർഗം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഈ ഒരു സംവിധാനത്തിന് ഞങ്ങളെ പ്രതിഷേധം ശിവാലയ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട്. മണലെടുപ്പ് മൂലം കനോലി കനാലിൽ മത്സ്യബന്ധനം തടസ്സപ്പെട്ട നിലയിലാണ്. ഉപജീവനമാർഗം നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനം അവസാനിപ്പിക്കണമെന്നതാണ് തൊഴിലാളികളുടെ ആവശ്യം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.